അത്യന്തം ഭയപ്പെടുത്തുന്നൊരു വാർത്തയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. സങ്കല്പിച്ച് നോക്കുക, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഘോഷയാത്ര പോകുന്നു. ആ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വഴിയിൽ നിൽക്കുന്ന ഒരാൾ മിഠായി കൊടുക്കുന്നു. ഈ കൊടുക്കുന്നത് മുഴുവൻ വിഷം കലർന്ന മിഠായി ആണെങ്കിലോ ആ ഘോഷയാത്രയിൽ പങ്കെടുത്ത ആളുകൾ മുഴുവൻ പിടഞ്ഞു വീണ് മരിക്കും. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ 26-ാം തീയതി, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 29-ാം തീയതിയാണ്, 26-ാം തീയതി മുംബൈയിൽ നടന്നു. മുംബൈയിൽ മുഹറത്തിൻ്റെ ഘോഷയാത്ര നടക്കുകയാണ്. മുഹറം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ മുഹറത്തിന് ഘോഷയാത്രയില്ല. മുഹറത്തിന് ഘോഷയാത്ര നടത്തുന്നത് മുസ്ലിമുകളുടെ ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഷിയാകളുടെ ഘോഷയാത്ര നടക്കുന്ന സ്ഥലം മുംബൈയിലെ ബൈക്കുള ഏരിയ, ജെ ബൈക്കുള തുടങ്ങിയ ഏരിയകളിലാണ് ഈ ഘോഷയാത്ര നടക്കുന്നത്. ഈ ഘോഷയാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം, ഇവർ ശരീരത്തിൽ അടിച്ച് മുറിവുകളുണ്ടാക്കും. ചോര വാർന്നൊഴുകിയാണ് ഈ ഘോഷയാത്ര പോകുന്നത്. അപ്പോൾ വേദന ഉണ്ടാവും. വേദന ശമിക്കാനുള്ള വേദനാസംഹാരി എന്ന പേരിൽ ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ പേര് ഫയാസ്, അയാൾ അവിടെ നിന്ന് ഇവർക്ക് ഒരു വേദനാസംഹാരി ഗുളിക കൊടുക്കുന്നു. ആ ഗുളിക ഒരാൾക്ക് കൊടുത്തു, കുറച്ച് പേര് കഴിച്ചു. അവരത് കഴിച്ച് ഛർദിലും ഒക്കെ ഉണ്ടായി കുഴഞ്ഞു വീണു, വയറുവേദനയുണ്ടായി, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഉടൻ തന്നെ വിവരമറിഞ്ഞ് പോലീസ് എത്തി, ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു. ഇയാളെ പിടികൂടി പരിശോധിക്കുമ്പോൾ ഇയാളുടെ പക്കൽ സഞ്ചി നിറയെ വിഷഗുളിക സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ഇയാൾ 50 കിലോ സിങ്ക് ഫോസ്ഫേറ്റ് വാങ്ങിച്ചു. സിങ്ക് ഫോസ്ഫേറ്റിൻ്റെ പച്ച മലയാളത്തിലുള്ള പേര് എലിവിഷം എന്നാണ്. അതുകൊണ്ട് ഇയാൾ ചെറിയ ക്യാപ്സൂളുകൾ ഉണ്ടാക്കി. ഇയാളെയും കൊണ്ട് പോലീസ് മുംബൈ ഡോങ്ക്രി ഏരിയയിലുള്ള ഇയാൾ താമസിച്ചിരുന്ന ഡോർമിറ്ററിയിലെത്തി. അപ്പോൾ വലിയ ചാക്കുകളിൽ കണ്ടെത്തി. എത്ര ആണെന്നറിയാമോ? 14,900 വിഷഗുളികകൾ. അതായത് മുഹറത്തിന് മുംബൈയിൽ ഷിയകളുടെ ഘോഷയാത്ര നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ശരീരത്തിലൊക്കെ മുറിവുണ്ടാക്കി പ്രാകൃതമായ രീതിയിൽ നടത്തുന്ന ഒരു ഘോഷയാത്രയാണ്. ഷിയകളുടെ ഒരു വിശ്വാസമാണ്, നബിയുടെ ചെറുമകനായ ഹസ്രത്ത് ഇമാം ഹുസൈൻ കർബല യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ സ്മരണാർത്ഥം, രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി നടത്തുന്ന ഘോഷയാത്രയാണ് ഈ മുഹറം ഘോഷയാത്ര. അത് സുന്നികൾ അങ്ങനെ അംഗീകരിക്കുന്നില്ല. സുന്നികളുടെ ബദ്ധശത്രുക്കളാണ് ഷിയകൾ എന്നറിയാം. അപ്പോൾ അവരുടെ ഘോഷയാത്രയിലാണ് ഈ ഗുളികകൾ വിതരണം ചെയ്തത്. ഇത് 14,900 ഗുളികകൾ വിതരണം ചെയ്തിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട, കുറേയേറെ ആളുകൾ മരിക്കുമായിരുന്നു. ഇയാൾക്ക് 30,000 ഗുളികകൾ ഉണ്ടാക്കാനായിരുന്നു ഇയാളുടെ പദ്ധതി. 30,000 ഗുളികകൾ ഉണ്ടാക്കി. ഇത് വേദനാസംഹാരിയാണ്, സാമ്പിൾ കഴിച്ചു നോക്കൂ, സാമ്പിൾ സൗജന്യം എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ വിൽക്കുന്നില്ലേ, അങ്ങനെ വിതരണം ചെയ്യാനായിരുന്നു ഈ ഫയാസ് തീരുമാനിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു കൂട്ടക്കൊല നടത്തിയിട്ട് ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് ഈ രാജ്യത്ത് വലിയ ഭീഷണിയാണ്, അവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, 100 കണക്കിന് മുസ്ലിമുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത ഉണ്ടാക്കാനാണ് ശ്രമം നടന്നത്. ഇതാണ് മുംബൈ തീവ്രവാദ വിരുദ്ധ സേന, മുംബൈ ATS പൊളിച്ചത്. പത്രത്തിലൊന്നും വാർത്ത വന്നിട്ടില്ല. ഇത് കാരണം മുസ്ലിങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ആൾ മുസ്ലിം തന്നെയാണെങ്കിൽ അതിനകത്ത് വാർത്തയില്ലല്ലോ. അയാളുടെ പേര് രാമനെന്നോ കൃഷ്ണനെന്നോ ഗോപാലനെന്നോ ഒക്കെ ആയിരുന്നെങ്കിൽ വലിയ വാർത്തയാകുമായിരുന്നു. ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ മൂടിവെച്ചു. അപ്പോൾ എത്ര ഭീകരമായ ഒരു ശ്രമമാണ് നടത്തിയത്. ഓർക്കുന്നുണ്ടോ? ഈ സമാനമായൊരു സംഭവം 2025 നവംബർ മാസം 7-8 തീയതികൾ നടന്നു. ഗുജറാത്ത് ATS ഒരു ഡോക്ടറെ പിടികൂടുന്നു, ഡോക്ടർ മുഹൈദ്ദീൻ സയ്യിദ്. അയാൾ ചൈനയിൽ പോയി MBBS പഠിച്ചു വന്നതാണ്. അയാളെ കൂടാതെ അയാളുടെ 2 സഹായികളായിരിക്കുന്ന മുഹമ്മദ് സുഹൈൽ, മുഹമ്മദ് ആസാദ് സുലൈമാൻ എന്ന 2 പേരെ, 23ഉം 20ഉം ഒക്കെ വയസ്സുള്ള 2 ചെറുപ്പക്കാർ. ഈ ഡോക്ടർക്ക് മുഹൈദ്ദീൻ സയ്യിദ് എന്ന് പറഞ്ഞ ഡോക്ടർക്ക് 35 വയസ്സ്, MBBS ഡോക്ടറാണ്. രോഗികളെ ശുശ്രൂഷിക്കുന്ന ദൈവദൂതനായ ആൾ. ഈ സംഭവം നടക്കുന്നത് കാശ്മീരിലെ കാലൻ ഡോക്ടർമാർ, ഓർക്കുന്നില്ലേ? നമ്മുടെ ഡൽഹിയിൽ മെട്രോ സ്റ്റേഷനെടുത്ത് ബോംബ് വെച്ച്, കാറിൽ ബോംബ് വെച്ച് ആളുകളെ കൊന്ന അതേ യമ ഡോക്ടർമാരുടെ സംഭവം പിടിക്കുന്നതിന്, ആ സംഭവം ഉണ്ടാവുന്നതിന് 1-2 ആഴ്ചകൾക്ക് മുമ്പാണ് ഈ സംഭവം. ഇയാളെ പിടികൂടുമ്പോൾ ഇയാളുടെ പക്കൽ ബയോടോക്സിനായ ആവണക്കിൻ്റെ കുരുവിൽ നിന്നുണ്ടാക്കുന്ന 4 കിലോ റൈസിൻ വിഷമുണ്ടായിരുന്നു. റൈസിൻ വിഷം മാരകമായ വിഷമാണ്. ഇത് പഴങ്ങളിൽ പുരട്ടുക, വാട്ടർ ടാങ്കുകളിൽ കലർത്തുക. അങ്ങനെ ഡൽഹി, ലക്നൗ, അഹമ്മദാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ആയിരക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല നടത്താൻ വേണ്ടി വന്ന സംഘമാണ് ഡോക്ടർ
മുഹയുദ്ദീൻ സയ്യിദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം. അതിനെ ഗുജറാത്ത് എറ്റിയേഴ്സ് തന്ത്രപരമായി ഇയാളുടെ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് പിടികൂടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീടുള്ള അന്വേഷണത്തിൽ വ്യക്തമായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ പ്രവിശ്യയുടെ നിർദ്ദേശാനുസരണം അവരുടെ ഹാൻഡ്ലറായ അബു ഖദീജ എന്ന് പറയുന്ന ഒരാളുടെ നിർദ്ദേശപ്രകാരം, ISISൻ്റെ നിർദ്ദേശപ്രകാരം, അത് ഇയാളെ ഡീൽ ചെയ്തിരുന്ന ഇയാളുടെ ISISൻ്റെ ചുമതലക്കാരനാണ് അബു ഖദീജ. അബു ഖദീജയുടെ നിർദ്ദേശപ്രകാരമാണ് മുഹയുദ്ദീൻ സയ്യിദ് എന്ന് പറയുന്ന ഡോക്ടർ റൈസിൻ എന്നുള്ള മാരകമായ വിഷം ഒരുക്കി വെച്ച് വിവിധ നഗരങ്ങളിലെ ഉത്തർപ്രദേശ് ഉൾപ്പെടെ, ഡൽഹി ഉൾപ്പെടെ, അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ 10,000-കണക്കിന് നിരപരാധികളെ കൊല്ലാം. 4 കിലോ റൈസിൻ വിഷം കൊണ്ട് 10,000-കണക്കിന് ആളുകളെ കൊല്ലാം. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ പറയും തീവ്രവാദത്തിന്, ഭീകരതയ്ക്ക് മതമില്ല എന്ന് പറയും. പക്ഷേ ഇങ്ങനെ വലിയ തോതിൽ ആളുകളെ ഹിംസ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആരാണ്? ഇവിടെ നോക്കൂ, ബോംബെയിൽ 26-ാം തീയതി നടന്ന സംഭവം. ഈ ഘോഷയാത്ര നടക്കുമ്പോൾ അവിടെ പോയി ഘോഷയാത്രയുടെ അരികിൽ നിന്ന് നിങ്ങൾക്ക് ശരീരത്തിൽ മുറിവുകളൊക്കെ ഏൽപ്പിക്കുമ്പോൾ വേദന ഉണ്ടാവണ്ട എന്ന പേരിൽ വിഷഗുളിക കൊടുക്കുന്നു. ഈ ഫയാസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഫയാസിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ ഇയാൾ 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 19 തവണ ഇറാനിലേക്കും ഇറാഖിലേക്കും പോയിട്ടുണ്ട്. ചെറിയ കളിയൊന്നുമല്ല. നമ്മളോർക്ക് ഒരു ചെറുപ്പക്കാരനാണ്, അവൻ കുറച്ച് ലിവിഷൊക്കെ മേടിച്ചിട്ട് കുറേ ഗുളിക ഉണ്ടാക്കി. അങ്ങനെയല്ല, 19 തവണ 6 വർഷത്തിനിടയ്ക്ക് ഇറാൻ ഇറാഖ് സന്ദർശനം നടത്തി. അതുമാത്രമല്ല, അവിടെ ഇവൻ്റെ സഹോദരി ഇറാനിൽ ജോലി ചെയ്യുകയാണ്, അമ്മ ഇറാഖിലാണ്. ഇവിടെ ഇന്ത്യയിൽ താമസിക്കുന്നു, ബോംബെയിൽ താമസിക്കുന്നു എന്ന് മാത്രമല്ല, പൂനെക്കാരനാണ്. പൂനെയിൽ നിന്ന് ബോംബെയിൽ വന്ന് താമസിക്കുകയാണ്. എന്നിട്ട് 1-2 കിലോ അല്ല, 50 കിലോ എലിവിഷം. ഇപ്പോൾ വലിയ തോതിലുള്ള അന്വേഷണം നടക്കുന്നു. ഈ 50 കിലോ എലിവിഷം കൊണ്ട് 14,900 ഗുളികകൾ മാത്രമല്ല ഉണ്ടാക്കാൻ കഴിയുക. ഇങ്ങനെ 14,900 ഗുളികകൾ ഉണ്ടാക്കാൻ എത്ര സമയമെടുത്തു? അത് ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തതാണോ? ഇതിൻ്റെ പിന്നിൽ വേറെ ആരൊക്കെയുണ്ട്? ഇത്തരം കാര്യങ്ങളൊക്കെ മുംബൈ ATS അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെങ്ങനെ ധൈര്യത്തോടെ, എങ്ങനെ സമാധാനത്തോടെ ഈ നാട്ടിൽ ജീവിക്കും? ചില ആളുകൾ ഇങ്ങനെ മറ്റുള്ളവനെ കൊല്ലുക എന്ന ഒരൊറ്റ ലക്ഷ്യവുമായി റൈസിൻ വിഷവും സിങ്ക് ഫോസ്ഫേറ്റ് അടങ്ങിയ ഗുളികകളും വിതരണം ചെയ്യാനായിട്ട് തയ്യാറായി വന്നാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ഘോഷയാത്ര നടക്കാം. അപ്പോൾ നമ്മൾ കാണുന്നില്ലേ, ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്ര നടക്കുന്നു. വഴിയരികിൽ നിന്നിട്ട് ലഡ്ഡു കൊടുക്കും, അവർക്ക് നാരങ്ങ വെള്ളം കൊടുക്കും. നമ്മളൊക്കെ ചിലപ്പോൾ ഇതര മതസ്ഥരായ കേരളത്തിലെ മുസ്ലിം ചില സ്ഥലങ്ങളിലെങ്കിലും, അപൂർവം ചില സ്ഥലങ്ങളിലെങ്കിലും മുസ്ലിം ജമായത്തുകൾ പോലും 1-2 സ്ഥലങ്ങളിലൊക്കെ ബാലഗോകുലം ഘോഷയാത്ര പോകുമ്പോൾ കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ഉത്തമ വിശ്വാസത്തോടെ മനുഷ്യരാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ ചെയ്യുന്നത് എന്താണ്? മറ്റുള്ളവനെ കൊല്ലണം. അവൻ കുടിക്കുന്ന വെള്ളത്തിൽ, അവൻ വാങ്ങുന്ന പച്ചക്കറിയിൽ, അവൻ വാങ്ങുന്ന ഫ്രൂട്ട്സിൽ വിഷം കലർത്തിയിട്ട്, റൈസിൻ വിഷം കലർത്തി 10,000 നിരപരാധികളെ കൊല്ലണം. കാരണം ഓരോ കാഫിറിനെ കൊല്ലുമ്പോഴും സ്വർഗത്തിലേക്ക് കൂടുതൽ എടുക്കുകയും മദ്യപ്പുഴയും ഹൂറിമാരെയും കൂടുതൽ കിട്ടുമെന്നുള്ള വിശ്വാസമാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. കാഫിറുകളെ കൊല്ലുക. ആ കൂട്ടത്തിൽ ഏതാനും വിശ്വാസികളായ മുസ്ലിങ്ങളുടെ ചിലപ്പോൾ ചാവുമായിരിക്കും, അത് കുഴപ്പമൊന്നുമില്ല. 10-100 കാഫിറുകൾ ചാകുമ്പോൾ ഒരു ബോംബ് പൊട്ടുമ്പോൾ 1-2 മുസ്ലിം കൊന്നാലും ചത്താലും കുഴപ്പമില്ല. കാരണം ബാക്കിയുള്ളത് കാഫിറുകളാണല്ലോ എന്ന് കരുതുന്ന ഒരു പ്രത്യയശാസ്ത്രം, ഒരു വിശ്വാസധാര, ഇത് വല്ലാതെ മുന്നോട്ട് നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പം കാഫിറുകളെ മാത്രമല്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെ കൊല്ലണമെന്ന് തീരുമാനിക്കുന്നു. അവർ ഷിയ ആണെങ്കിൽ, അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടായത് എന്തിനാണ്? എത്ര കാലം യുദ്ധം ചെയ്തു? ഷിയയാണോ ശരി, സുന്നിയാണോ ശരി എന്നറിയാൻ വേണ്ടി നടന്ന യുദ്ധം. 2 രാജ്യങ്ങളും തകർന്ന് തവിടുപൊടിയായി പോയില്ലേ? ഇപ്പം നോക്കൂ, ഷിയകളുടെ ഘോഷയാത്ര നടക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഷിയകളെ കുറിച്ച് പൊതുവിൽ പറയുന്നത് അവർ ഈ സുന്നികളെ പോലെയൊന്നുമല്ല. അത്യാവശ്യം നരേന്ദ്രമോദി സർക്കാരിനും BJPക്കൊക്കെ അനുകൂലമായ ചിലപ്പോഴെങ്കിലും നിലപാടുകൾ എടുക്കുന്നവരാണ് ഇന്ത്യയിലെ ഷിയകളെന്ന് പൊതുവിൽ പറയാറുണ്ട്. എനിക്കറിയില്ല കൃത്യമായിട്ട്, ആധികാരികമല്ല ഞാൻ പറയുന്നത്, കേട്ടുകഴിവിയാണ്. അങ്ങനെയുള്ള ഷിയകളെ ലോകത്ത് എവിടെ കണ്ടാലും കൊല്ലണം എന്നാണ് പറയുന്നത്. ഷിയകൾ സുന്നികളെ കൊല്ലണമെന്നും പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്നി ഷിയ തർക്കമാണ്, ശത്രുതയാണ്, വൈരമാണ്. അത് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നതാണ്. പക്ഷേ മുംബൈയിൽ 3 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു ശ്രമം നടന്നു, അതിലെ പ്രതിയെ പിടികൂടി എന്നുള്ള വാർത്തകൾ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മൂടി വച്ചിരിക്കുന്നത്? ദേശീയ ദിനപത്രങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്.
ഇന്നത്തെ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല, അറിയുകയുമില്ല, പറയുകയുമില്ല. ഏതായാലും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചില ആളുകൾ ഇങ്ങനെയാണ്. അവർക്ക് അവരുടെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള ഏത് വിശ്വാസം, രാഷ്ട്രീയ വിശ്വാസം പോലുമല്ല, രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പേരിൽ പോലും ആളുകളെ മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെയും, വയലാർ പറഞ്ഞതുപോലെ വേദനിക്കുന്ന മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെയും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ തൻ്റെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ആളുകൾ ആരായാലും അവനെ എങ്ങനെയെങ്കിലും, ഒരു പരിചയമില്ലാത്തവരാണെങ്കിലും അവനെ വിഷം കലർത്തി വിഷഗുളിക കൊടുത്ത് കൊല്ലണം എന്ന് കരുതുന്ന ഒന്നിനെ നമ്മൾ എന്തു പേര് വിളിക്കും? ഈ ചോദ്യം നമ്മുടെയൊക്കെ ഉള്ളിൽ, കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. വല്ലാത്ത കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകളൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ത്യ ലൈവ് പോലെയുള്ള ജനപക്ഷത്ത് നിൽക്കുന്ന, ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന, രാഷ്ട്രത്തിന് വേണ്ടി ചിന്തിക്കുന്ന ചാനലുകൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ പ്രേക്ഷകർ അത് ചെയ്താൽ വലിയ സഹായമായിരിക്കും, വലിയ അനുഗ്രഹമായിരിക്കും. ഉറപ്പായിട്ടും വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഒരു ലൈക്കും കൂടെ അടിക്കണേ. പറ്റുമെങ്കിൽ ഒരു കമൻറ്റും കൂടി ഇടണം.